ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ താരേനെ ശാരി പിടിച്ച് താഴോട്ട് വലിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ മോളെ കാണത്തില്ല എന്ന് പറഞ്ഞ് ശാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോൾ താര കൈതട്ടി മാറ്റി വീണ്ടും മുകളിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ശാരി താരെ പിടിച്ചൊരു തള്ളു തള്ളുവാണ്. ആ തള്ളിൽ ശാരിയുടെ കയ്യിൽ നിന്ന് കൈവിട്ട് തെറിച്ച് താര എന്ന സ്റ്റെയർ കേസിൻ്റെ റെയിലിടിച്ച് അവിടെ താഴേക്ക് വീഴുവാണ് കേട്ടോ. അപ്പോഴേക്കും ശാരിക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് താരേനെ വിളിച്ച് നോക്കുക കേട്ടോ. വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. കയ്യിൽ പൾസ് പിടിച്ച് നോക്കിയിട്ട് ശാരി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഇവൾ ചത്തോ? എൻ്റെ കൈകൊണ്ട് തന്നെ ആയല്ലോ ഇവളുടെ മരണം. ഇവൾ മരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് എൻ്റെ കൈകൊണ്ടായല്ലോ എന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ഓടിപ്പോയി ഫ്രണ്ടിലെ വാതിലടച്ചിട്ട് താരയുടെ ബോഡി അവിടുന്ന് പയ്യെ വലിച്ച് നീക്കിക്കൊണ്ട് പോവുകയാണ്. വലിച്ച് വേറൊരു മുറി കൊണ്ടുപോയിട്ട് ആ മുറി അടയ്ക്കുവാണ് കേട്ടോ. എന്നിട്ട് ആകെക്കൂടെ ടെൻഷൻ അടിച്ച് വിഭ്രാന്തി മൂത്ത് നമ്മുടെ ശാരി വന്ന് ഹാളിലിരിക്കുവാണ്. ഹാളിലിരിക്കുന്ന സമയത്താണ് രാഹുൽ കയറി വരുന്നത് കേട്ടോ. രാഹുൽ കയറി വരുന്ന ശാരിയുടെ മുഖവും ഇരിപ്പൊക്കെ കാണുമ്പോഴത്തേക്കും പറയുവാണ്, എൻ്റെ പൊന്നു ശാരി, ഓണമാണ് വരുന്നേ, അതുവരെയെങ്കിലും നീ ഒന്ന് മര്യാദയ്ക്ക് പെരുമാറ് എന്ന് പറയുമ്പോഴത്തേക്കും ശാരി പറയാ, എന്ത് മര്യാദ, നിങ്ങളോട് എന്ത് മര്യാദ ഞാൻ കാണിക്കണ്ടേ? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം എൻ്റെ ജീവിതം പോയത് നിങ്ങൾ കാരണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചേക്കുവാന്ന് പറയുമ്പോഴത്തേക്ക് ശാരി പറയുകയാണ്, എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, എനിക്ക് ശരിയായിട്ടുള്ള ധാരണകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് ഓരോന്ന് തിരിച്ച് പറയണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ശാരി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ കാരണം ചോദിക്കാനും പറ്റുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ശാരി പറയുവാണ്, നിങ്ങളിനി കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിനിയിപ്പം വല്ലതും ചെയ്തു പോവും. ഒരു കൊലപാതകം ചെയ്യണമെന്ന് ഞാൻ ഓർത്തിരുന്നു, നിങ്ങളെയാണെന്ന് ഞാൻ ഓർത്തേ, പക്ഷേ അത് വേറെ പറ്റിപ്പോയെന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുക, നീ എന്തൊക്കെയാണ് പറയുന്നത്, വേറെ ആരെ കൊന്നു എന്ന് പറയുമ്പോഴേക്കും ശാരി പറയാം, നിങ്ങൾ എന്നോട് മിണ്ടാതെ ഇവിടുന്ന് മാറിപ്പോക്കോ, അല്ലെങ്കിൽ അടുക്കള കത്തിയിരിപ്പുണ്ട്, അതെടുത്ത് ഞാൻ നിങ്ങളെ കുത്തും എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും രാഹുൽ പറയുക, നിന്നെയും കൊണ്ട് എനിക്കറിയാൻ പാടില്ല, ഈ വീട്ടിൽ സ്വസ്ഥതയില്ല എന്നും പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരി പറയാണ്, നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ മോളുടെ നശിപ്പിച്ചു, നിങ്ങളുടെ അനന്തരവനുണ്ടല്ലോ അവനും നിങ്ങളുടെ അതേ സ്വഭാവമാണല്ലോ കാണിച്ചേ, എൻ്റെ മോളെ പച്ചയ്ക്ക് കത്തിക്കും പോലെയാണല്ലോ കല്യാണീനെ കണ്ടപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും രാഹുൽ ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ശാരി ആകെ ടെൻഷൻ അടിച്ച് ദേഷ്യവും സങ്കടമൊക്കെ സഹിക്കാതെ അവിടെ ഇരുന്ന് കരയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരൺ കല്യാണീനെയൊക്കെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ് കേട്ടോ. ആകെ സങ്കടപ്പെട്ട് വരുന്ന കിരണിനെ കാണുമ്പോഴത്തേക്കും കല്യാണിയുടെ അമ്മ ഇങ്ങനെ മാറി നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുക, മോനെ മോള് പോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോയമ്മേ, അവളാകെ ഒരുപാട് കരഞ്ഞ് തളർന്നാണ് പോയത്, എനിക്കും അവൾ പോയി കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും, ഇടയ്ക്ക് മോൻ പറഞ്ഞാൽ ഇങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ നല്ലതാണ്, ലോകത്തിൻ്റെ ഇത്രയും പ്രശസ്തി ഒക്കെയുള്ള പദവിയിലോട്ട് മോൾ എത്തും ഞാൻ ഒരിക്കലും ഓർത്തില്ല, ആ കാലിത്തൊഴുത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവസാനിക്കേണ്ടതായിരുന്നു, അതിനൊക്കെ എനിക്കെന്നും മോനോടാ കടപ്പാടെന്ന് പറഞ്ഞ് നമ്മുടെ കിരണിനെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അമ്മ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അങ്ങനെയല്ലമ്മേ, ഓരോ പെൺമക്കളുടെയും ജീവിത രീതിയിൽ അവരുടെ അമ്മമാർക്ക് ഒരുപാട് പങ്കുണ്ട്, ഇത്രയും നല്ലൊരു മകളെ എനിക്ക് തന്നതിന് സത്യത്തിൽ ഞാൻ അമ്മയോടാണ് നന്ദി പറയണ്ടേ, അമ്മയാണ് കൈകൂപ്പി നമസ്കരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് കല്ലുമോൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ കിരൺ. കല്ലുമോനെ എടുക്കുമ്പോഴേക്കും കല്ലുമോൻ ആകെ കരച്ചിലാണ്. അമ്മേനെ ഓർത്താണോ കരയുന്നതെന്നൊക്കെ ഓർത്ത് കുഞ്ഞിനെ അടുത്ത് ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കുവാണ് കേട്ടോ കിരൺ. എന്നിട്ട് കല്യാണിയായിട്ടുള്ള പഴയ ഓരോ ഓർമ്മകളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുവാണ്. കുഞ്ഞിനെ കുറേ നേരം ലാളിച്ച് കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരിക്കുവാണ് കേട്ടോ കിരൺ. പിന്നെ കാണിക്കുന്ന രൂപേനെ സിയസിനെയാണ്. സിയസ് പറയാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാനാണ് അവൾക്ക് ഓണക്കോടി എടുത്ത് കൊടുത്ത് വിട്ടെ, ഇടയിൽ കാശില്ലാത്തതുകൊണ്ട് നല്ല വില കൂടി ഓണക്കോടി തന്നെ എടുത്തു കൊടുത്തേ, നേരെ സരയുവിനെ കാണാൻ വേണ്ടി പോകും എന്നാണ് പറഞ്ഞതെന്ന് പറയുവാണ് കേട്ടോ. അപ്പം നമ്മുടെ രൂപ പറയുന്നുണ്ട്, ചിലപ്പം കിരണിൻ്റെ അവിടെ എങ്ങാനും കയറി കാണും, അല്ലെ ഫോൺ സൈലൻ്റ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും സിയസ് പറയുന്നുണ്ട്, കിരണിൻ്റെ അവിടെ കയറുകയല്ല, കാരണം കല്യാണി മോളില്ല, കിരണാണ് കൊണ്ടുവിടാൻ പോകുന്നതെന്നുള്ളത് അവൾക്കറിയാം, പിന്നെ ഫോൺ സൈലൻ്റ് ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നതാണ്, ഇനി അവൾ പോയി കാണുകയല്ലേ, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് കാണുമോ എന്നൊക്കെ ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കുവാണ് കേട്ടോ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട, തിരിച്ച് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് താരയുടെ ആ ബോഡി ഇങ്ങനെ ആ അടുക്കളയിൽ കിടക്കുന്നതായിട്ടാണ് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനോഹറും സരയും കൂടെ വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സരയ പറയുന്നുണ്ട്, ഓണമൊക്കെ അല്ലേ, അമ്മയ്ക്കാനൊരു ഓണക്കോടി മേടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശാരി പറയുന്നുണ്ട്, എന്തോണക്കോടി, എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മനോഹർ പറയാണ്, അമ്മ ഇങ്ങനെ ഡസ്പാവരുത്,
അല്ല അമ്മ തെറ്റിദ്ധരിക്കുവാണെങ്കിൽ ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് പറയാണ് അച്ഛനെ കാണിച്ച ആ സൈക്കാട്രിസ്റ്റിനെ നമുക്കൊന്ന് കാണിക്കാം. അമ്മയ്ക്കിപ്പോൾ ആകെക്കൂടെ ഒരു മൂഡ് ഓഫും തളർച്ചയും ഒരു സന്തോഷവും ഇല്ലാത്തൊരു ജീവിതം പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ശാരി പറയാം അതൊക്കെ ഓരോ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ വരരുതെന്ന് എനിക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനോഹർ പറയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന എല്ലാ ചെറുക്കൻ്റെയും പെണ്ണും ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകണം, ഒരു ഡോക്ടറിനൊക്കെ കണ്ട് സംസാരിച്ച് വേണം ജീവിതത്തിലോട്ട് കടക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ശാരി പറയാം അത് ശരിയാ, പക്ഷേ എൻ്റെ ജീവിതം തീർന്നു, എന്നെ കൊണ്ട് ഇനിയിപ്പം ഒന്നിനും പറ്റത്തില്ല, ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ താരയുടെ ആ ബോഡി അങ്ങനെ കിടക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.